നമ്മൾ നാട്ടിൽ നിന്ന് നെല്ലിക്ക കൊണ്ടുവന്നത് കരിനെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ ഒരു മൺചട്ടിക്കകത്തേക്ക് കഴുകി വെള്ളം തുടച്ച് കളഞ്ഞിട്ടുള്ള നെല്ലിക്ക ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് പച്ച കാന്താരിമുളകാണ് ഇടേണ്ടത്. നമുക്ക് പച്ച കാന്താരിമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണക്ക കാന്താരിമുളക് ഇട്ടു. മമ്മി ഉപ്പിലിട്ടത് തന്നു വിട്ടായിരുന്നു, പക്ഷേ അതിന് വിനാഗിരിയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇടുന്നില്ല, പകരം ഉണക്ക കാന്താരിമുളക് ഇട്ടു. പിന്നെ അതിലോട്ട് ഇടേണ്ടത് പച്ച കുരുമുളകാണ്. അപ്പോൾ പച്ചക്കുരുമുളക് നമ്മുടെ കയ്യിൽ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് ഇച്ചിരി ഐസൊക്കെ ഉണ്ട്, നല്ല സാരമില്ല, നമ്മളതങ്ങ് ഇടുവാണേ. ഐസ് ഉണ്ട്, പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കരിനെല്ലിക്ക ദുബായിൽ നിന്ന് നെല്ലിക്ക കൊണ്ടുവന്നപ്പോൾ നമ്മൾ കരിനെല്ലിക്ക ഉണ്ടാക്കിയായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത് ഇങ്ങനെ ഫ്രഷ് കുരുമുളക് ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ ഉണക്കി ഇടും, പക്ഷേ പച്ചക്കുരുമുളക് ഇടുമ്പോൾ ഭയങ്കര എന്തോ ഒരു പ്രത്യേകതയുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ പച്ചക്കുരുമുളക് ഇനി ഇതിലോട്ട് വാരി ഇടുവാണേ. വെളുത്തുള്ളി ചെറിയ പൂണ്ടായതുകൊണ്ട് 2 പൂണ്ട് ഇങ്ങനെ അല്ലി തിരിച്ച് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിടുക കേട്ടോ, പൊളന്നിട്ടാൽ മതി. പിന്നെ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യണത് ഒരു കൈ നിറച്ച് കറിവേപ്പില. അതിൻ്റെ ഇത് നൂരുന്നില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ അതിലോട്ടേക്ക് അങ്ങ് തള്ളി ഇറക്കുവാണ്. നല്ലൊരു കഷ്ണം ഇഞ്ചി നമ്മൾ ചതച്ചത് കൂവല്ലേ ഇടുവാണേ, ഇഞ്ചി ചതച്ചത് ഇടുക. പിന്നെ പിക്കിൾ കരിനെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് അച്ചാറ് പോലെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിച്ചിരി നല്ലതായിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കണക്കിലൊക്കെ ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ, സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, ചെറിയ ഗ്ലാസിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി ചതച്ച ആ പാത്രത്തിൽ ഒഴിച്ചെടുത്ത വെള്ളം, അതുകൊണ്ടാണ് ആ ഇഞ്ചിയുടെ നീരൊക്കെ അതിലിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ കറക്കി ഒഴിച്ചു കൊടുത്തു. 10-28 ദിവസം നമ്മൾ ഇതിങ്ങനെ മൂടിക്കെട്ടി തന്നെ ഇരിക്കണം, മൂടി തുറക്കാൻ പാടില്ല. നാട്ടിലാണെങ്കിൽ വാഴയില കേട്ടോ ഇട്ട് നമ്മൾ കെട്ടുന്നത്, പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഈ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടാണ് കെട്ടാൻ പോകുന്നത്. പിന്നെ ഇപ്പം ഇതിങ്ങനെ തന്നെ നമ്മൾ ചെറിയ തീയിൽ ചൂടാക്കാൻ പോവുക. ഒരു 10 മിനിറ്റൊക്കെ ചൂടാകുമ്പോഴേക്കും ചെറുതായിട്ട് തിളയ്ക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ വെക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുത്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യും. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ അടുപ്പിൻ്റെ അവിടെ തന്നെ വെക്കാം. ചോറും രാവിലത്തെ കുക്കിംഗ് കഴിയുമ്പോഴേക്കും അടുപ്പിലോട്ട് കയറ്റി വെക്കാം. അങ്ങനെയൊക്കെ നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി കണ്ടേക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മൂടിക്കെട്ടി അടുപ്പിൻ്റെ സൈഡിൽ തന്നെ വെക്കും, എപ്പോഴും ആ ഒരു ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 28 ദിവസം നമ്മൾ എല്ലാ ദിവസവും തന്നെ രാവിലെ അല്ലെങ്കിൽ 1.5 വെച്ച് രാവിലെ ഇങ്ങനെ 10 മിനിറ്റ് നമ്മൾ ചൂടാക്കി എടുത്ത് ചെയ്യാൻ പോകട്ടോ. കലത്തിൻ്റെ വാ കെട്ടാനായിട്ട് നമ്മൾ വാഴയിലയാണ് നാട്ടിൽ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടാട്ടോ റാപ്പ് ചെയ്യുന്നത്. അപ്പം ബേക്കിംഗ് പേപ്പർ ഒന്ന് കണ്ടീഷനിൽ ഇരിക്കാനായി നമ്മളൊന്ന് ചുളുക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഒരു 2 ലെയർ വെക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ അത് വെക്കുന്നു. എന്നിട്ട് നമുക്ക് വേറെ വള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വള്ളി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്ത് കെട്ടാൻ പോകുന്നത്. ചാക്കുനൂലോ എന്നാ വള്ളി വേണേലും ആക്കാം, പ്ലാസ്റ്റിക് ആകാതിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ വക്കിങ്ങനെ നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ വള്ളി ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കരുത്, തീയിലോട്ട് വരാൻ പാകത്തിന് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുരുട്ടി വയ്ക്കുക. അപ്പോൾ നാട്ടിലാണെങ്കിൽ വാഴയിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചാലും ബേക്കിംഗ് പേപ്പർ അങ്ങനെ ഇരുന്നോളൂല്ലോ. ഇനിയിപ്പോൾ തടസ്സമാവുകയാണെങ്കിൽ നമുക്ക് കീറിക്കളയാം കേട്ടോ, കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ പുഴുങ്ങണ സൗണ്ട് കേൾക്കാവോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ തീ ഇങ്ങനെ കുറച്ച് വയ്ക്കുക കേട്ടോ, മീഡിയത്തിലും താഴ്ത്തി വയ്ക്കുക, കാരണം അതിലേക്ക് കരിഞ്ഞു തുടങ്ങും. ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടി നല്ലതായിട്ട് കരിഞ്ഞു പോകും. നമ്മളിത് ഹീറ്റ് ടോപ്പ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ മൺചട്ടി അതിൻ്റെ മുകളിൽ വെക്കുമ്പം ചൂടാകുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ചെറുതായിട്ടൊന്ന് ഇവിടെ ചൂടായി വരുമ്പോഴേക്കും തീ നന്നായിട്ടങ്ങ് കുറച്ച് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അത് തിളയ്ക്കുമല്ലോ, നമുക്ക് ഓഫ് ചെയ്യാം. കുലിങ്ങണ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ, അതിന് നല്ലതായിട്ടൊന്ന് ബോയിലാവണം. അപ്പം നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ നാട്ടിൽ പോയിട്ട് വിശപ്പിന് തിരികൊളുത്തിയിട്ട് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പോട്ട് ചേഞ്ച് ചെയ്തിട്ട് ചെയ്താലോ? പോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടോ? പോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എവിടെ ഇരിക്കുന്നത്? കൊണ്ടിരിപ്പുണ്ട്. സമയത്ത് ആഹാരം കിട്ടിയില്ല എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓർക്കും
നിനക്ക് വേണേ തച്ചു വെച്ച് ഉണ്ടാക്കി തിന്നാ പോയെന്ന്. ഒരാളൊരു പണി ചെയ്യുമ്പോൾ വേറൊരാളൊരു പണിയല്ലേ. ചിന്നൊക്കെ ഭയങ്കര കാറ്റല്ലേ. ഇന്ന് ഞാൻ ആലോചിച്ച പുറത്ത് വെച്ച് ഷേഡ് ഉണ്ടാക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. ആദ്യം അതിനെ കുഴിച്ചു വയ്ക്കും, പിന്നെ പറിക്കും. അതിനെ ജീവൻ കെടുത്തി ഒരു പരുവാക്കി പറിച്ചതിന് വേര് വന്നു നോക്കും. ഞാൻ ആലോചിക്കണതേ ഈ മണ്ണ് കുറച്ച് നമുക്ക് അതിൽ ഓൾറെഡി മണലുണ്ട്, മറ്റേ ആ മണൽ വന്നിട്ടില്ലേ. ഞാനത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് വേറെ മിക്സ് ചെയ്യാൻ പാടില്ലേ? മിക്സ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് കറിവേപ്പിലേക്ക് വെക്കുമ്പോൾ നന്നായിട്ട് വെക്കണല്ലോ. ഓക്കെ. കൃഷി ചെയ്യാൻ വേണ്ടി കഴിവ് പോരാന്നുള്ള ഓൾറെഡി നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മളല്ല. എനിക്ക് മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞേ. എൻ്റെ പലരിക്കൊന്നും അവിടെ സെറ്റപ്പ് ആയിട്ടില്ല. ഞാനൊരു 15 ദിവസം മാറി നിന്നപ്പോഴേക്കും അതിന്റെ കൂടുതൽ പോയി ഇരിക്കണം നമ്മള്. അത് നട്ടു വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ വളർന്നെന്ന് പറഞ്ഞാൽ പിന്നെ പാറപ്പുറത്ത് മണ്ണിനാകെ ഇത്രയും പൊക്കമുള്ളൂ. ശരിക്കും പറഞ്ഞ ഇത്രയെങ്കിലും പൊക്കം വേണം. ഇറങ്ങുന്നതിന് പരിധി ഉണ്ടാവില്ലേ? ഒരു വാടിയൊരു പരുവായി. ഇനി ഇവനെ വീണ്ടും ഇളക്കും. പക്ഷെ ഈ മണ്ണ് സേഫ് അല്ല, അതുകൊണ്ടാണ് മണ്ണ് മാറ്റാന്ന് വിചാരിച്ചേ. നമ്മൾ ആ മണ്ണ് എന്ത് ചെയ്യും, നമ്മുടെ പ്ലമ്മിന് ഇട്ട് കൊടുക്കും. ആ മണ്ണി മിക്സ് ആകാൻ പാടില്ല. പക്ഷെ അയ്യോ വെറുതെയാണോ വാടിപ്പോയത്? അതെ മണ്ണിര വെള്ളമല്ലേ, മണ്ണിരയൊക്കെ വളമാണ്. അത് നാട്ടിലത്തെ മണ്ണിൽ നിന്ന് വന്ന സാധനമാണേ. പക്ഷെ അത് എന്തിയാ സാധനം എന്തേ? എവിടെ ഇരിപ്പുണ്ട്, ആ സൈഡിൽ ഇരിപ്പുണ്ട്. മണ്ണിര നല്ലതാ മോനെ. അതൊന്ന് ഉടച്ചു കൊടുക്കുക, അതിൻ്റെ ചോടുന്ന പയ്യേ. അത് അതിൻ്റെ ആ താഴെ മാത്രം. അല്ല ഒത്തിരി ചെയ്യണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതായിക്കോളും. എജുക്കുട്ടി ഉറങ്ങുമായിരുന്നോ? ബാ ഭയങ്കര മോനെ ബാ. അമ്മ എന്നെ ചെയ്യണേന്ന് നോക്കിക്കേ, അമ്മ എന്നെ ചെയ്യണേന്ന് നോക്കിക്കേ. രണ്ടെണ്ണം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല. ഇത് കളയണോ? അത് കളയണ്ട, അത് എന്നിട്ട് അത്ര മണി ഇരുന്നോട്ടെ. അതുമായിട്ട് ഒരു യോജിക്കണ്ടേ, അത് ഓക്കെ ആവുന്ന ആർക്കറിയാം. സത്യം. എൻ്റെ കാക്കയോ, എൻ്റെ കൊച്ചിന് കാക്കയോ, കൊച്ചു പുറത്തിറങ്ങി ഞാൻ കാക്കേനെ കാണണേ. ഓക്കെയാണോ? ആ മണ്ണ്, മറ്റേ മണ്ണില്ലേ അതിനകത്തേക്ക് പ്ലമ്മില്ലേ, ആ പ്ലമ്മിൻ്റെ ചോദിച്ചിട്ടുണ്ടേ. ഏത് മണ്ണ്? ആ മറ്റേ മണ്ണ് ബ്ലാക്ക് അല്ലേ? അല്ല ഇത് ഓക്കെയാണോ? ഓക്കെയാണ്. പക്ഷെ സെന്ററിലല്ല ഇരിക്കുന്നത്. ഇനിയും പറിച്ചു നട്ട് കഴിഞ്ഞാൽ ആ സാധനം പളിഞ്ഞു പോരും. സെന്ററിലേക്കൊന്നും വേണമെന്നില്ലേ. അതെന്നെ ഇരിക്കുക സെന്ററിൽ. ഇതിപ്പോ ഇങ്ങനെ ആർക്കറിയാം. എന്തായാലും 15 ദിവസം കഴിയുമ്പോൾ പറയും. 15 ദിവസം കൊണ്ട് ഇറക്കി ഉണങ്ങി മൊത്തം പോയി കഴിഞ്ഞാൽ അതൊക്കെ തീരുമാനമാവും. എന്നിട്ട് പിന്നെ പുതിയ മുള വരുമായിരിക്കും. അറിയത്തില്ല. ഇച്ചിരി ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അത് ജീവൻ വെക്കാണ്ട് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഉണങ്ങിപ്പോവും. ഓക്കെ. എന്നിട്ട് ആ വേസ്റ്റ് അതിൻ്റെ ചോട്ടിലത്തെ കല്ലൊന്ന് മാറ്റി വെച്ചല്ലേ. 18 ഡിഗ്രിയിൽ താഴെ പുറത്തിരിക്കാൻ പാടില്ല. 18 ഡിഗ്രിയാണ് ഇവിടെ പുറത്ത് വെക്കായിരുന്നു വെയിലത്ത്. ഓണാണോ? കരി സെറ്റായോ? എല്ലാ ദിവസവും ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കിയിട്ടിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കും. ആളിൻ്റെ വെള്ളം ഒഴിക്കുന്നതിന് വരെ ഉണ്ട് രീതി. സെറ്റാവും എന്തോ. കൊണ്ടുവന്നപ്പോൾ നല്ല പച്ചപ്പല്ലായിരുന്നു. അന്നേരം ഇങ്ങനെ ഈ പോട്ട് ചെയ്തായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ടിരുന്നേനെ. അന്നേരം പോട്ടും വാങ്ങിയില്ല, മറ്റേ ഇതും നമ്മൾ വാങ്ങിയില്ലല്ലോ. അല്ല പോട്ട് മറ്റേത് ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചത്, കാരണം അതിനകത്ത് ഡ്രെയിൻ ചെയ്യുമല്ലോ. പക്ഷെ അങ്ങനത്തെ അല്ല വേണ്ട, ശരിക്കും പുറത്തേക്ക് വെള്ളം ഊറിപ്പോണ പോലത്തെ പോട്ടിൽ ഇത് വെക്കേണ്ടതെന്ന്. ഇത്ര വെള്ളം പോരാ, ഇതിന് താഴെ വെള്ളം കാണോടം വരെ ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഒഴിക്കൽ അങ്ങനെയാണ്. ഇച്ചിരി കൂടെ മണ്ണിടണമായിരുന്നു. എന്നിട്ട് ഞാൻ കപ്പ വാങ്ങി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എല്ലിരിപ്പുണ്ട്, എല്ല് നുറുക്കി വെച്ചേക്കുവാണ്. അപ്പം ഞാൻ പോയി കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ഓടി വരാം.
തീക്കകത്ത് ഉണ്ടാക്കുമ്പോഴേ ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇപ്പം നാട്ടിൽ ഗ്യാസിന് ക്ഷാമമാണല്ലോ. അപ്പം ചിലർ പറയുകയാണ് ഇപ്പോൾ ഹോട്ടലിലൊക്കെ വിറകുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഇല്ലെന്ന്. പക്ഷെ എനിക്ക് അപ്പം ഞാനതൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ നെബിസാത്ത് ഇടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാട്ടോ, നല്ല ടേസ്റ്റ് തോന്നി അല്ലേ? ഇതുണ്ടോ, ഇത്രയും ടൈം എടുത്തു അതിന് താഴേക്കൂടെ വെള്ളം ഡ്രെയിനായിട്ട് വരാൻ. കണ്ടോ, അങ്ങനെ വെള്ളം അതിനകത്തേക്ക് പുറത്തേക്കൂടെ ഒഴുകി വന്നിട്ട് പോകണം. ഓക്കെ, നമ്മളിതെല്ലാം കണ്ടു പറയാം. ഇപ്പൊ ആരെയും പഠിപ്പിക്കാൻ നിൽക്കണ്ട, ആദ്യം ഒന്ന് സാധനം സെറ്റാക്കി പിടിച്ചു വരട്ടെ അല്ലേ? ഇതിന്റെ ഇവിടെ ടിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ജീവൻ വെക്കാണ്ട് അതിന്റെ ടിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പണി കിട്ടും. അത് നമ്മൾ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലും കപ്പയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാ പ്രാവശ്യം നമുക്ക് ഈ സ്പൈസ് ഇതിന്റെ ഈ സംഭവം കിട്ടിയതിന് ശേഷം നമ്മുടെ എളുപ്പം എന്ന് മാത്രമല്ല ഏഷ്യാട് ഒരു രക്ഷയില്ല. എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നാട്ടിൽ പോയപ്പോ എനിക്ക് പുതിയ ഇപ്പൊ എന്നാ നേരത്തിൽ എനിക്ക് വന്നപ്പം തൊട്ടുണ്ടല്ലോ, അതായത് നാട്ടിൽ പോയിട്ട് എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെ ചെറുതായിട്ടൊന്ന് കൊളുത്തി വിട്ടിട്ടുണ്ട് ഈ ഫുഡിന്റെ ഇതൊക്കെ. അതിനുശേഷം ഇതിപ്പോ ഒരു രക്ഷയില്ല. ബിരിയാണി കഴിക്കാൻ തോന്നുന്നു, കപ്പ ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. ഇത് കറക്റ്റ് നാട്ടിലെ കളറും ടേസ്റ്റും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരും കുക്കിംഗ് സ്റ്റൈലും അല്ലെ, ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാം അങ്ങനെ ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ടൈം സേവിങ് ആണ്. ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്ന പോലെ തോന്നിയില്ല. കാരണം ഇതിനേക്കാളും നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അറിയാവോ? എനിക്കറിയില്ല. അതായത് സ്പൈസി എന്നാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് പേജ് ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. ലോകത്ത് എവിടെ വേണമെങ്കിലും അയച്ചു തരും. വാങ്ങിച്ചവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതെ, യൂസ് ചെയ്തിട്ട്. പിന്നെ പ്രൊമോഷൻ എന്ന് പറയണ്ട, ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറയുന്നതാണ്. ശരിക്കും പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനും എല്ലാം പുള്ളി എരിഞ്ഞ് തൊലി പൊളിച്ച് അല്ലെ, അതൊക്കെ വറുത്തും വരട്ടൊക്കെ ഉണ്ടാക്കി വരാൻ ഒത്തിരി ടൈം നമുക്ക് എടുക്കും. അപ്പൊ നമ്മൾ ഈ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാകുമ്പോൾ ഇച്ചിരി സമയമുള്ളപ്പോ ഇതെന്ന് പറയുമ്പോൾ നോക്കി ജസ്റ്റ് കട്ട് ചെയ്ത് ഇറച്ചിക്കകത്തേക്ക് അതൊക്കെ പൊട്ടിച്ചിട്ടു. കറിവേപ്പില അറിയേണ്ടതുണ്ട്. അപ്പൊ ജസ്റ്റ് ആ പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് പാകത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചാൽ മാത്രം മതി. എന്നിട്ട് കപ്പ വെന്ത് കഴിയുമ്പോൾ അങ്ങ് മിക്സ് ചെയ്താൽ മതി. 2 കിലോ കപ്പയും 1 കിലോ ഇറച്ചി. ഇതിപ്പോ ഒരു 1,300 ഉണ്ട്. കാരണം നെയ് ഉള്ള പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി കൂടെ മൈൽഡ് ആയാലും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ. കളർ നോക്കിയേ, നമ്മൾ വേറെ ഒന്നും ചേർത്തില്ല, ജസ്റ്റ് മസാല കുക്കറിനകത്തിട്ട് വേവിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ചുപ്പെടുത്തു. എന്തൊരു ആവശ്യം കപ്പയ്ക്കും ഇത് കൂടുതൽ പേടില്ലോ. നമുക്ക് പിന്നെ ഇഷ്ടം പോലെ കറിവേപ്പില ഇപ്രാവശ്യം കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. കറിവേപ്പില ഓൾറെഡി ഇതിനകത്തുണ്ടായിരുന്നു, മസാലക്കകത്തുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് അത്രയോടെ രുചിയായിരിക്കുമല്ലോ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കാറില്ലായിരുന്നു. 2 കറിവേപ്പില ഇടാവുള്ളൂ കേട്ടോ. എണ്ണി ഇട്ടുകൊണ്ടിരുന്നടുത്ത് അത് നോക്ക്, ഇതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ പോലെ ഇരിക്കുവാണ്. അഹങ്കാരം ഇത് മുളച്ചു വന്നാൽ ബാക്കിയോട് അഹങ്കരിക്കാം, പക്ഷെ കരിഞ്ഞു പോയാൽ തീർന്നു. ഇനി ഇത് കരിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ഓക്കെ, ഗ്രോ ലൈറ്റ് കൂടെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. കാരണം സൗത്ത് ഫേസിങ് വിൻഡോയിലാണ് നമ്മളിത് വെക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇപ്പം ഇരിക്കുന്ന നോർത്ത് ഫേസിങ് വിൻഡോയാണ്. കാരണം നമ്മുടെ സൗത്ത് ഫേസിങ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരും. അവിടെ ഈ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് സൺലൈറ്റ് ഇൻഡോർ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ടെറസിൽ കൊണ്ടുവയ്ക്കണം. 1 കിലോയ്ക്ക് 200 മില്ലി വാട്ടറാണ് ഒഴിക്കുന്നത്. നമ്മളൊരു പൊടിക്ക് കൂടുതൽ ഒഴിക്കും. 1.5 കിലോയ്ക്ക് അടുത്തുണ്ടല്ലോ, ഒരു പൊടിക്ക് കൂടുതലാട്ടോ. അപ്പോൾ നമ്മൾ 300-350 മില്ലി ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കപ്പ ഇങ്ങനെ ഒരിച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. എന്നാ ഒരു 5 രൂപയുടെ അങ്ങ് ഊരി ഇട്ടോ. മറ്റേ നാട്ടിലൊക്കെ കാണുന്ന പോലെ അങ്ങ് കൊമ്പോടെ ഒടിച്ചോണ്ട് വന്നിട്ട് അങ്ങ് ഊരി ഇടത്തില്ലേ കറിവേപ്പില. എന്നാലും മണത്തിനും ഗുണത്തിനും ഒരു കുറവില്ല. ഇട്ടോ പാപ്പു ആണോടി, പാപ്പു അടുപ്പുണ്ടാറ് പാപ്പാണ്. നമ്മളെ കൊച്ചു പിള്ളേരായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ഇത് ഓരോ ലേൺ ചെയ്യുന്ന കാണുമ്പോഴേ
പഠിപ്പിച്ച കാര്യം ഇവര് ചോദിക്കുമ്പോ ഇവരോട് അവൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇവരുടെ എക്സൈറ്റ്മെന്റ് ആണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ഭയങ്കര നോർമലായ സംഭവമാണ് പിള്ളേർ ഇതെല്ലാം ഏൺ ചെയ്തെന്നുള്ളത്. പക്ഷെ തൊഴിച്ചു വീഴ്ച നടക്കുന്നത്. നമ്മുടെ പച്ചക്കറിയുടെ സിറ്റുവേഷൻ ഇതാണ്. വള്ളി കെട്ടി കൊടുക്കണം. പരിചരണം ശരിയായില്ല. ഇത് ചെറുപുള്ളിയാണ്, ക്യാരറ്റ്, പയറൊക്കെ ഒരു ഉത്സാഹമില്ല. വള്ളി കെട്ടി കൊടുക്കണം. അത് പക്ഷെ കുഴിച്ചു വെക്കണായിരിക്കും വെച്ചാ, എന്നതിന് കാരണം അല്ലെങ്കിൽ ഇതിന്റെ കായയുടെ ബലം വരുമ്പോ അത് പെടന്ന് വീഴില്ലേ? ഇതിന്റെ നിപ്പും കിടപ്പൊക്കെ കണ്ടിട്ട് കായൊന്നും വട്ടൊന്നും കാണുന്നില്ലെന്നാ പറഞ്ഞേ. ഇതൊക്കെ പരിചരിക്കേണ്ട രീതിയിൽ പരിചരിക്കണായിരുന്നു നമ്മള്. എന്നെ ആദ്യത്തെ ഒരു ട്രയൽ നോക്കിയതല്ല, അടുത്ത പ്രാവശ്യം നമ്മൾ പൊളിക്കൂന്നേ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്നാന്ന് പറയട്ടെ, നമ്മൾ ചീര പാകിയെടുത്ത് നല്ല ഇതുപോലത്തെ സംഭവങ്ങൾ മുളച്ചു വന്നിട്ടുണ്ട്. കണ്ടാ ചീര പോലെ ഇരിക്കുന്നുണ്ട്. ചീരയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ആ തണ്ടിനാണ് റെഡ് കളറുള്ളൂ. ഇത് കണ്ടോ, തണ്ടിന് റെഡ് കളറ്, മേളിലോട്ട് പച്ചയാ. അപ്പൊ അത് ചീര ആയിരിക്കുമോ? അറിയില്ല. ഇതിപ്പോ നടുവം ചെയ്തു. ഇനിയിപ്പോ ഇത് ചീരയാണോ പള്ളയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇത് ചീര പോലെ ഇല്ലേ? എനിക്കറിയത്തില്ല. ഇനിയിപ്പോ ഇത് എങ്ങനെ പറിച്ച് തോരൻ വെക്കും പേടിച്ചിട്ട്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം കണ്ടോ, മുളക് നമ്മൾ മാറ്റി നട്ടില്ല. ആപ്പിൾ ഈ ഒരു സൈഡിലുള്ളല്ലേ ചെക്കു? ഒരു സൈഡിലുള്ളല്ലേ? ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടല്ലേ, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഈ സൈഡിൽ കുറച്ചുണ്ട്, ആ സൈഡിലില്ല. ഇവിടെ ഇതിലുണ്ട്. ഈ അടുത്ത പ്രാവശ്യം ഇതിന്റെ ടോപ്പ് കുറച്ച് കട്ട് ചെയ്തേ, ഒത്തിരി പൊങ്ങി പോകാൻ ട്രിം ചെയ്ത് നടത്തണം. നിറച്ച് ഹാലോൺബെറി ഉണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും ഇത് മൊത്തം മൂത്ത് പഴുക്കും. നമ്മള് പുഴുങ്ങിട്ടോ പഴംപൊരി ഉണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേണ്ടേ കഴിക്കാൻ തുടങ്ങി. പിള്ളേർക്കും ഇഷ്ടമാണ്. ഇത് വേസ്റ്റ് ആ തരം തരത്തിൽ കഴിച്ചിട്ട് തരാം. ചേച്ചിമാർക്കുണ്ട്. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ കപ്പയിലോട്ട് ഇടുവാണ്. എല്ല് വേവിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മളൊരു ഇച്ചിരി ഗ്രേവി പോലെ ഒരു ചെറിയ ചാറുള്ള പോലത്തെ മോഡലാട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കണേ. നമുക്ക് കുറച്ച് കൂടുതൽ അങ്ങനത്തെ ഇഷ്ടം. കുറച്ച് വെള്ളം നമ്മൾ പൊടിക്ക് വെള്ളം. ഇത് നല്ല നമ്മുടെ നാട്ടിലെ ഫ്രഷ് കറിവേപ്പില ശരിക്കും അങ്ങനെ ഞരടി ചേർക്കുവാണേ. അഹങ്കാരി. നല്ല രുചിക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം. നമ്മൾ അതിലേക്ക് ഈ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും കേട്ടോ. നമ്മുടെ കറിവേപ്പിലയും സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ ഇതിൻ്റെ അകത്ത് കറിവേപ്പില തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കുറച്ച് സോസി ആയിട്ടുള്ള കഴിച്ചത് കുറച്ച് പുട്ട് പോലത്തെ കപ്പ. ഇത് കുറച്ചുകൂടെ ലൂസ് ആയിട്ടുള്ള ടൈപ്പ് കപ്പ. അതായത് അതിനകത്ത് ലേശം ഒരു പൊടിക്ക് വെള്ളം ഇറച്ചിക്കകത്ത് നമ്മൾ കൂടുതൽ ചേർത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മേളിലിടണോ സൈഡിലിടണോ? മുകളിലിട്ടോ, മുകളിൽ ചെതറിച്ചങ്ങ് കിട്ടോ. ചെതറിച്ചിടണോ? മുളക് ഇട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വല്ലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. 60 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞായിരുന്നു. എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ വേണ്ടി ചിപ്പിന് പറ്റിയില്ല. അതിനിടയ്ക്ക് 2-3 ദിവസത്തിൽ മൊത്തത്തിൽ ചീറ്റ് മീലൊക്കെ വരാം അല്ലേ? ലാസ്റ്റ് ആയപ്പോഴാണ് ഒരു എനിക്ക് 52 ദിവസത്തെ വീഡിയോ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മൊത്തം 7 കിലോ ആട്ടോ കുറഞ്ഞത്. പക്ഷെ നമ്മൾ ഇനി വിചാരിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റിന്റെ സ്ട്രെസ് ഇല്ലാതെ ഡയറ്റ് ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ റെഗുലറായിട്ട് നോർമൽ ലൈഫ്. ടു മച്ച് ഇല്ല, എപ്പോഴും അതൊരു മൈൻഡിലുണ്ട്. കപ്പപ്പുഴുക്ക് കൈകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കഴിക്കാം. എങ്ങനെയുണ്ട് ചേക്കി? നല്ലതാണോ? എരിവ് കുറവല്ലേ? ചെറിയ എരിവല്ലേ ഉള്ളൂ, ഒത്തിരി ഇല്ലല്ലോ. ചൂടുണ്ട്. കട്ടൻ ചായ കേട്ടോ എല്ലും കപ്പയുടെ കൂട്ടത്തില്. കുറച്ച് കടുപ്പം കുറച്ച് നമ്മൾ എടുത്തേക്കണം പിള്ളേർക്ക്. നമുക്ക് ഇച്ചിരി കടുപ്പം ഉണ്ടാവും. മധുരം ഇല്ലാണ്ടുള്ള നമുക്ക് മധുരമില്ല, പക്ഷെ പിള്ളേർക്ക് മധുരമുണ്ട്. വരാൻ പറഞ്ഞിട്ട് കുറേ നേരം ഇത് ഡാൻസ് കളിയാണോ?
ജോണിക്കുട്ടി കൂട്ടുകാരൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി പോയിക്കോണ്. പോരും. വാ മോളെ എനിക്ക് വാ. ട്യൂബിൽ ഫിൽറ്റേഴ്സ് ഇല്ലേ, അത് ഞാൻ നെസ്കിട്ടിന് ഇട്ട് നോക്കി. എന്നിട്ട് മേക്കപ്പിന്റെ ഫോട്ടോ മറ്റേ അതിന് അളോ ഹിബസ്കസ് ഫ്ലവർ എന്നിട്ട് ഞാൻ ചീസ് പഠിപ്പിച്ചു ചെയ്യാൻ സമ്മതിച്ചു, ചെയ്യാൻ ഫോഴ്സ് ചെയ്തു. എന്നിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തു. അവനെ തന്നെ കഴിക്കണമെന്ന് തോന്നുന്നു. അതവന് പണി തരും. അവനിപ്പോ പഴം കഴിച്ചുള്ളൂ, അവന് വേണ്ടായിരുന്നു. ഫണ്ണി ഫിൽറ്റേഴ്സ് സ്ക്രീൻ അതുപോലെ എരിവ് കുറവുണ്ടോ ആളു? ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നല്ല ഇനി ഒരു 8 ദിവസം ഫുഡ് പോലും ഇല്ലാതെ കാടുമായി ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണിത്. ഒരു തരത്തിലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് അവൾ കുറയ്ക്കും. She is my sister and that's my word. അസക്കുട്ടി കിടക്കണ That's your last chips. രണ്ടു ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയി. ഇന്ന് പിന്നെ സിനിമയൊക്കെ കണ്ട് അങ്ങ് ഏഷ്യൻ, അതായത് ഞാൻ നാട്ടിൽ പോയിട്ട് പോലും ഇത്രയും കട്ടിക്ക് കഴിച്ചിട്ടില്ലായിരുന്നു, ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് എന്റെ ശ്വാസം വെക്കുന്ന അവസ്ഥയാണ്. നാളെ തൊട്ട് ജിം തുടങ്ങണം കേട്ടോ. യോ പ്രാവശ്യം പോയിട്ട് വർക്കൗട്ട് തുടങ്ങി. യശക്കുട്ടി യശക്കുട്ടി എന്താ വേണ്ടേ? വെള്ളമാണോ? നമ്മുടെ ടിവിയുടെ മോളിൽ കയറല്, ഫിഷിംഗ് ടാങ്കിന്റെ മോളിൽ കയറല്, വില്ലൻ അല്ലേ? ഭയങ്കര സ്കില്ലാണ്. ആ വാവ്, ഒരു സാധനം പൊട്ടിച്ചൊളഞ്ഞിട്ട് വാവ് പോലും വാവ്. യശക്കുട്ടി ഒരു രക്ഷയിലോട്ടാവും വില്ലനായി വായിക്കുവാണ്. വില്ലത്തൻ അല്ലേ? നമ്മളാ ഉണ്ടാക്കിയ കരിനെല്ലിക്ക ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ തുറക്കുമ്പോൾ ഒരു പച്ചമരുന്നിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെയാ. പക്ഷെ അത് കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം? നല്ലതായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കത് ഇനിയുണ്ട് കുറെ ദിവസം കൂടെ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് കാണിക്കാവേ. ഇന്ന് എത്ര സിനിമ ഉണ്ട്? 2 സിനിമ, ഒരു മലയാള സിനിമയും മറ്റേ ഒരു തമിഴ് സിനിമ. നമുക്ക് വീഡിയോ വേണ്ടി Thank you for Thank you for watching. Bye bye. പപ്പ പോയപ്പോൾ ഇവന് ഓരോ വീഡിയോയില് യശക്കുട്ടി ടാറ്റാ ബൈ ബൈ. Thank you for watching. അടുത്ത വീഡിയോയിൽ കാണാം. Bye bye. അതിന് മാത്രം